ഈ ബോളിവുഡ് കൊള്ളൂല, സൗത്ത് മൂവീസിൻ്റെ പിറകെയാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇങ്ങനത്തെ കുറച്ച് ഹിന്ദി സിനിമകൾ ഓരോരുത്തർക്ക് പ്രതികരിക്കുന്ന രീതി വ്യത്യാസമായിരിക്കാം. രാജമൗലി ഞാൻ ചിലപ്പോൾ നമ്മൾ രാജാപാട്ട് സംവിധായകനെന്ന് പറയാറുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒരു കോൺട്രവേഴ്സീസ് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മൂവ് ഓൺ ആകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഓഡി 4 ഞാൻ കണ്ടത്. ഓഡി 1 തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിച്ച് വരുന്നവർ കാണും. നല്ല മൂവിയായിരുന്നു ചാവ. ഇത്രയും നല്ലൊരു എംപയർ, ഇത്രയും ഈ ഒരു ഇന്ത്യ റൂൾ ചെയ്തിട്ടുള്ള കാര്യം തന്നെ വലിയൊരു ഇതാണ്, ഭയങ്കര പ്രൗഡായിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ആ ഒരു ജെനറ്റിക്സിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഈ ഒരു മൂവി മേക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് ഡയറക്ഷൻ വൈസും അതുപോലെ മൂവി മേക്കിങ്ങും കാസ്റ്റിങ്ങും എല്ലാം ഈക്വലി പ്രോപ്പറായിരുന്നു. ഒരു ഓവർ ആക്ടിങ്ങോ ഒന്നും വന്നില്ല. പിന്നെ സ്ഥിരം പറഞ്ഞാൽ ആ ഒരു മസാലാസ് കുറച്ച് അവിടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റായിട്ടാണ്. ക്ലൈമാക്സ് ഒക്കെ ആ ഒരു 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒരു കോൺട്രവേഴ്സീസ് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മൂവ് ഓൺ ആകുന്നുണ്ട്. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മൂവി വൈസ് നോക്കുമ്പോൾ ഭയങ്കര ബെസ്റ്റായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ കൾച്ചറൊക്കെ പലതായിട്ടും നല്ലപോലെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. നൈസ് പടമാണ്, കൊള്ളായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. നല്ല മേക്കിംഗ് ആണ്, പൊളി പക്കയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഓഡി 4 ഞാൻ കണ്ടത്. ഓഡി 1 തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിച്ച് വരുന്നവർ കാണും. അപ്പോൾ അവർക്ക് അങ്ങനെ നോക്കാൻ വേണ്ടിയായിരിക്കും. കൊള്ളാം, നൈസായിരുന്നു. മേക്കിംഗ് ഒക്കെ കൊള്ളായിരുന്നു. നൈസ് പടമാണ്. വിക്കിയുടെ അഭിനയം സൂപ്പറായിരുന്നു. അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം. സിനിമ ചാവ എന്ന സിനിമയെക്കുറിച്ച് നമുക്ക് രണ്ട് രീതിയിൽ സിനിമ അപ്രോച്ച് ചെയ്യാം. ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനത് ഇട്ടിട്ടുമുണ്ട്. ഏതെങ്കിലും രണ്ട് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. നമുക്കിതൊരു പീരിയോഡിക് ഡ്രാമ സിനിമ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാം. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് വൈകാരികമായിട്ട് വല്ലാത്ത രീതിയിൽ കണക്ട് ആകും. ഇപ്പോൾ ഉദാഹരണത്തിന് രേഖാചിത്രം എന്ന സിനിമ കാണുമ്പോഴത്തേക്കും ചില സിനിമകൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും അത് വൈകാരികമായിട്ട് ചെയ്യും, കണക്ട് ആകും. ഇപ്പോൾ ഛത്രപതി ശിവാജി മഹാരാജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, മറാഠ എംപയറിനെ കുറിച്ച് തന്നെ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് എന്നൊരു പേര് തന്നെ ആയിരിക്കും. നമ്മൾ ഇന്നത്തെ പ്രസൻറ്റ് മഹാരാഷ്ട്ര അല്ലെങ്കിൽ അന്ന് ഉത്തര കർണാടക അല്ലെങ്കിൽ മഹാരാഷ്ട്ര മാത്രമല്ല ഉത്തര കർണാടക ഈ പ്രദേശങ്ങളിലൂടെയെല്ലാം പോകുമ്പോഴത്തേക്കും നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഒരു ശിവാജി മഹാരാജ് ഒരു പ്രതിമയാണ്. അത് മഹാരാഷ്ട്രയിൽ ഏത് നുക്കൻ കോർണർ എടുത്തു കഴിഞ്ഞാലും നമുക്കത് കാണാം. അപ്പോൾ ആൾക്കാർ അതിവൈകാരികമായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കഥയാണല്ലോ ഈ സിനിമയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേഷ്യായിട്ടുള്ള കാര്യങ്ങളൊന്നും സിനിമയ്ക്കകത്ത് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ്, അതായത് ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ഒരു മരണശേഷം നടന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ വൈകാരികത നമുക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അന്നേരം നമുക്ക് ആ ഒരു അതിവൈകാരികത മാത്രമായിരിക്കും നമ്മൾ അന്നേരം നമുക്കവിടെ മേക്കിംഗ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ വേറെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുന്നുണ്ട് BGM ഇതൊന്നും പിന്നെ മാറ്ററല്ല. അപ്പോൾ ആ രണ്ട് രീതിയിലാണ് എടുക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആ സിനിമയെക്കുറിച്ചുള്ള എന്താ പറയുക, നമുക്കിപ്പം മേക്കിംഗ് ക്വാളിറ്റിയോ ഇതും കാര്യങ്ങളും ഇതൊക്കെ പറയുമ്പോഴത്തേക്കും പറയാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് യുദ്ധരംഗങ്ങളിൽ വെറും വാളും പരിചയം തമ്മിലുള്ള ഒരു അവസാനത്തെ ഒരു ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ, ക്ലൈമാക്സിലൊരു കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വാളും പരിചയമുള്ളൊരു മാത്രമുള്ളൊരു ഇത് മാത്രമായിട്ട് മാറി. നമ്മളിപ്പോൾ തന്നെ ഏതെങ്കിലും മ്യൂസിയങ്ങളിൽ പോയി കഴിഞ്ഞാൽ പഴയ കാലത്തെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള ആയുധങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് വെറും ഒരു വാളും പരിചയം മാത്രമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിൽ പീരിയോഡിക് ഡ്രാമ സിനിമകൾ എടുക്കുമ്പോഴത്തേക്കും ഇത് മാത്രമല്ല, ഉറുമിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും വരും. ഇത് സിനിമയിൽ ത്രൂ ഔട്ട് ജസ്റ്റ് വരുന്നു വാളും പരിചയം തമ്മിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ കുറേ കൂടെ ഒക്കെ നല്ല രീതിയിൽ എടുക്കാമായിരുന്നു. അതിനർത്ഥം രാജമൗലി ചെയ്യുന്ന പോലെ എടുക്കണമെന്ന്, അല്ലെങ്കിൽ ഇതൊരു നടന്ന സംഭവമാണ്, ശരിയാണ് നടന്ന സംഭവമാണ്, പക്ഷേ ഇതൊരു നോവലിനെ ബേസ് ചെയ്തിട്ട് തന്നെ എടുത്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റേതായ ക്രിയേറ്റീവ് ഫ്രീഡം ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാം. വേണമെങ്കിൽ നമുക്ക് ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ഡേ ഇവിടെ വരുമ്പോൾ എന്താ പറയുക, ഓഡി 4 പക്ഷേ അത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും ആൾക്കാരുടെ പ്രേക്ഷക പ്രതികരണം കാരണം കയറി വന്നു. പിന്നെ അവസാനം ഇവിടെ ഓഡി 1 വരെ സിനിമ സ്ക്രീൻ ചെയ്തായിരുന്നു. അല്ല, അങ്ങനെ പൊതുവേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഹിന്ദി സിനിമകളോട് ആൾക്കാർക്ക് വലിയ പ്രിയമില്ല. അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഫൂൽ ഓർ കാണ്ട എന്നൊരു അജയ് ദേവ്ഗണിൻ്റെ ആദ്യത്തെ സിനിമ നമ്മളിവിടുത്തെ സി ക്ലാസ് സെൻറ്റർ, ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ള ഇപ്പം ബാലരാമപുരത്ത് ഉണ്ണി എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു പണ്ട്, സി ക്ലാസ് സെൻറ്റർ. ആ സി ക്ലാസ് സെൻറ്ററിൽ അജയ് ദേവ്ഗണിൻ്റെ ആദ്യത്തെ സിനിമ അവിടെ കളിച്ചിട്ടുണ്ട്. എത്രയോ ഹിന്ദി സിനിമകളൊക്കെ ഇവിടെ ബി ക്ലാസ് സി ക്ലാസ് സെൻറ്ററുകളിലൊക്കെ ഇവിടെ ഞാൻ കഹോന പ്യാർഹ കാണുന്നത് നെയ്യാറ്റിങ്കര സുബ എന്നൊരു തിയേറ്ററിലാണ്. പുക്കാർ എന്ന സിനിമ കാണുന്നത് നെയ്യാറ്റിങ്കര ME എന്നൊരു തിയേറ്ററിലാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഈ പണ്ട് കാലത്ത് നമുക്ക് ഹിന്ദി സിനിമകളോട് ആൾക്കാർക്ക് വലിയൊരു പ്രിയം ഉണ്ടായിരുന്നു. സ്വദേശി ഞാനിവിടെ ശ്രീപത്മനാഭ തിയേറ്ററിൽ കണ്ടതാണ്. അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറേ ഒന്നുണ്ട്. അപ്പം പണ്ട്
പണ്ട് നമുക്കൊരു ഹിന്ദി സിനിമകളോട് വലിയ രീതിയിലുള്ള ഒരു ഇതാണ്. ഇന്നത്തെ കാലത്ത് ഹിന്ദി ഓഡിയൻസിന് വന്നിട്ട് ഈ ബോളിവുഡ് കൊള്ളൂല, സൗത്ത് മൂവീസിൻ്റെ പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇങ്ങനത്തെ കുറച്ച് ഹിന്ദി സിനിമകളാണ്, ഇപ്പോൾ സ്ത്രീ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോഴേക്കാണ് അവർ അതാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് പൊതുവേ ഹിന്ദി സിനിമകളോടൊരു ഒരു വിമുഖതയുണ്ട്. അതാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം ഇത്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ചാവ നല്ല രീതിയിൽ പിന്നെ കയറി വന്നായിരുന്നു. അല്ല, അതാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത്. ഒന്നുമില്ല, വൈകാരികമായിട്ട് നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിട്ട് ഒരു പീരിയോഡിക് അതിവൈകാരികമായിട്ട് അപ്രോച്ച് ചെയ്ത് അത് നമ്മൾ പറഞ്ഞ് പഴിപ്പിച്ച് ചെയ്യുന്നതല്ല. ഇപ്പോൾ എനിക്കറിയാം ശിവാജി മഹാരാജ് ആരാണെന്ന്, അദ്ദേഹത്തിൻ്റെ ലെഗസി എന്താണെന്ന് അറിയാം. അപ്പോൾ നമുക്കത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റിയോ കാര്യങ്ങളോ ഇതൊന്നും പിന്നെ ആൾക്കാർക്ക് വരില്ല. അത് മാത്രമേ, അതുപോലെ തന്നെ അതിവൈകാരികമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് രംഗങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും അത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇല്ല, അതിപ്പോൾ ഓരോരുത്തർക്കും പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കാം. അല്ല, ഞാൻ ആദ്യം താങ്കളോട് പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ ഞാൻ രാജമൗലിയുടെ ഒരു കേസ് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് മൊത്തം ആ മേക്കിംഗ് ക്വാളിറ്റിയുടെ ഒരു കാര്യം പറയരുത്. ഇപ്പോൾ രാജമൗലിയുടെ സിനിമകളിൽ ഇങ്ങനത്തെ സിനിമകൾ രാജമൗലി ഞാൻ ചിലപ്പോൾ നമ്മൾ രാജാപ്പാട്ട് സംവിധായകനെന്ന് പറയാറുണ്ട്. അപ്പോൾ രാജമൗലിയുടെ സിനിമകളിൽ ഒരു റിച്ച്നെസ് ഉണ്ടാവും ഓരോ വിഷ്വൽസിലും. അതുപോലെ തന്നെ ഈ ഒരു ആനിമേഷൻ്റെ കാര്യത്തിൽ ഇതൊക്കെ കരുതല്, ആ ഒരു റിച്ച്നെസ് ഇതിനകത്ത് വന്നില്ല. അതുകൊണ്ട് മാത്രമാണ് രാജമൗലിയുടെ ഒരു പേര് പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ആണെങ്കിൽ ഇതിന് വ്യക്തമായിട്ട് ഞാൻ തന്നെ സ്വാമി അണ്ണൻ എന്നൊരു പേജിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് കാണാം.